എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതയും മഹേഷും കൂടെ കാറിൽ പോകുവാണ്. ഈ സമയത്ത് മഹേഷിന് ഫോൺ കോൾ വന്നു. മഹേഷ് വലിയ ഉച്ചത്തിൽ കിടന്ന് സംസാരിക്കുകയാണ്, ശകാരിക്കാൻ നിൽക്കേണ്ട. എടാ, പറയുന്ന പണി അങ്ങോട്ട് ചെയ്താൽ മതി, അതിനുവേണ്ടി നിന്നെ അവിടെ ശമ്പളം തന്നെ നിർത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ ഫയല് കണ്ടേക്കണം എന്നൊക്കെ പറയണം. ഇഷിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. ഇഷിത ഹലോ മിസ്റ്റർ ഒന്ന് പതുക്കെ സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മഹേഷ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. മഹേഷ് അല്ലറി വിളിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഏത് സമയത്താണ് ഇതുപോലത്തെ ഒരു മരാമത്തിനെടുത്ത് തലയെ വെക്കാൻ തോന്നുന്നത്? എല്ലാം തന്റെ വിധി. അതുകൊണ്ടാ. പിന്നീട് സംസാരം നിർത്തുന്നില്ല. അവസാനം ഇഷിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും സംസാരം നിർത്തി. ഈ സമയത്ത് ഇഷിത വെച്ചു, അതെ ഒരു വണ്ടിയാണിത്, നീക്കൊരു ലിഫ്റ്റ് വന്നെന്ന് ഓർത്തോണ്ട് എന്റെ തല പറിച്ചെടുക്കരുതെന്ന് പറയണം. അപ്പത്തിന് അടുത്ത കോള് വന്നു. അടുത്ത കോള് വന്നപ്പോ വിവേകായിരുന്നു വിളിച്ചേ. ആ പറ വിവേക, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഏട്ടന് വണ്ടി കിട്ടിയെന്ന് ചോദിക്കുകയാണ്. കിട്ടി. ആരാ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ എന്ന് പറയണം. ഈ സമയത്ത് ഇഷിത എവിടെ നിന്ന് പറഞ്ഞു, തുടങ്ങി ഇനി അടുത്ത ഇനി മനുഷ്യന് ശിവസരൻ കിട്ടത്തില്ല എന്ന് പറയണം. അല്ല, ആരാ വണ്ടി ഓടിക്കണമെന്ന് ചോദിക്കാം. അത് കാറിന്റെ ഡ്രൈവർ ആരാന്ന് ചോദിച്ചേ. ഇത് കേട്ടതും മഹേഷിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്താ ഏട്ടന് ഗേൾഫ്രണ്ട് വല്ല ആണോന്ന് ചോദിക്കാം. അതെ, എന്റെ ഗേൾഫ്രണ്ടാന്ന് പറയണം. ഇത് കേട്ടത് ഇഷിത ഒന്ന് പതുക്കെ നോക്കി മഹേഷിനെ. പതുക്കെ ആ വണ്ടി സൈഡിൽ ചേർത്തങ്ങ് നിർത്താൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, അല്ല ഗേൾഫ്രണ്ട് അല്ല, എന്റെ ഒരു നൈബറാന്ന് പറയണം. അയൽവാസി ദരിദ്രവാസി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ എന്ന് ഞാൻ പറയത്തൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല ഡ്രൈവറൊക്കെയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷത പിന്നെ വണ്ടി എടുത്തു. ഇഷത ഇച്ചിരി സ്പീഡ് കുറച്ചാ പോയിക്കണേ. അതെ, ദൈവത്തോടത്ത് എനിക്ക് 10 മണിക്ക് അവിടെ എത്താനുള്ളതാ. ആ സൈക്കിളിനെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇഷിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഇഷിത പറഞ്ഞു, അതെ ഇത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ വേണേ വേറെ വണ്ടി വിളിച്ച് പോണായിരുന്നു പറയാം. ഓ, അപ്പൊ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതെ അത്യാവശ്യ സ്പീഡിൽ തന്നെയാ പോകുന്നത്. നിനക്ക് 10 മണിയാകുമ്പത്തേനും അവിടെ എത്തിയാ പോരെ, അവിടെ എത്തിച്ചാ പോരെ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇഷിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. വീണ്ടും അയാൾ ഫോൺ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പാട്ട് അങ്ങോട്ട് വെച്ചു. നല്ല ഓളിത്ത് തന്നെ വെച്ചു. അവസാനം ഒന്നും കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നീട് മഹേഷിന്റെ ഓഫീസിന്റെ അവിടെ കൊണ്ടേ ഇഷിത വണ്ടി നിർത്തുവാണ്. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അങ്ങോട്ട് ഇറങ്ങി ഒന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഇഷിത പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു. മഹേഷ് ഒരു നിമിഷം നിന്നിട്ട് ഇങ്ങോട്ട് വരുവാണ്. എന്താ എന്താ കാര്യം ചോദിക്കാം. അല്ല, നിങ്ങളിവിടെ എത്തിച്ചോണ്ട് എന്താ കുഴപ്പമിരിക്കണേ? ഓ എന്റെ പൊന്നെ, കൃത്യസമയത്ത് തന്നെ എത്തിച്ചു കേട്ടോ. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് മുമ്പ് തന്നെ എത്തിച്ചു എന്ന് പറയണം. പിന്നീട് ഇഷിത പറഞ്ഞ, അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരിക. മഹേഷ് അയാളോട് സംസാരിക്കുക. അങ്ങനെ കോള് കട്ട് ചെയ്ത് വെച്ചു. എന്താ നിങ്ങൾ പറഞ്ഞേ? അല്ല, എനിക്ക് ചിപ്പിമോളെ കുറിച്ചാ പറയാനുള്ളത്. അടുത്ത ദിവസം ഞാൻ ചിപ്പിമോളെ മിക്കവാറും കാണും. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നീക്ക് എന്തെങ്കിലും ചിപ്പിമോളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വേണം ഞാൻ വിളിപ്പിക്കാന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, അതെ ആരുടെ ഓശാരം ഒന്നും എനിക്ക് ആവശ്യമില്ല. നീക്ക് എപ്പോൾ നോക്കിയാലും ചിപ്പിമോളെ കുറിച്ച് മാത്രമേ പറയാനുള്ളല്ലോ. അവൾ എന്റെ മോളാ, അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഇഷിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഇതങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ലോ. ഇഷിത പുറകെ അങ്ങോട്ട് ചെന്നു. പിന്നീട് മഹേഷിനെ വിളിക്കാം. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചാടി ഓടി ഇങ്ങോട്ട് പോന്നേ? ഫ്രീ ആന്ന് കരുതിയോ? അത് ഈ വണ്ടി നിങ്ങളുടെ അച്ഛന്റെ കൊച്ചന്റെ വണ്ടിയൊന്നും അല്ലല്ലോ. ഇതേ എന്റെ വണ്ടിയാന്ന് പറയണേ. വെറുതെ ഇങ്ങോട്ട് വണ്ടി ഓടി വരത്തില്ല, അതിനകത്ത് പെട്രോൾ ഒഴിക്കണമെന്ന് പറയാം. അതെ, ഇവിടെ ഫ്രീ ആയിട്ട് കൊണ്ടേ വിട്ടല്ല, മര്യാദയ്ക്ക് പൈസ ഒരു 500 രൂപയും എടുക്കാൻ പറയാണ്. 500 രൂപയാ? അതെ, എന്നാ നിന്റെ 500 രൂപ പിടിച്ചോന്ന് പറ. 500 രൂപ കൊടുക്കുകയാണ്. അതെ, ഈ പൈസ അങ്ങോട്ട് ക്ഷേത്രത്തിൽ ഇട്ടോളാം. എന്തിനാന്നറിയോ? എന്തെങ്കിലും ഒരു നല്ല കാര്യമെങ്കിലും നടക്കട്ടെ, അതുകൊണ്ടാ. ഇനി ദൈവത്തെ ഓർത്ത് ഇനി ഇതുപോലത്തെ ജന്മങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്നൊന്ന് പ്രാർത്ഥിക്കൊണ്ട് ചെയ്യാനാ എന്നും പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോവാ. മഹേഷിനാണെങ്കിൽ ആകെപ്പാടെ നാണക്കേടായിപ്പോയി. ഇങ്ങനെയൊന്നും ഇഷിത പറയുന്നു മഹേഷ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. ഈ സമയത്ത് ആഷിതയും ദയയും മനസ്സിനെ അവരെല്ലാരും കൂടെ ജോസിനെ കാണാനായിട്ട് പോവായിരുന്നു. പോകുന്ന സമയത്ത് മനസ്സിന് മാധുവിനോട് പറഞ്ഞു, അല്ല മാധവേ, നീ ഇച്ചിരി പതുക്കെ പോയാൽ മതി, ഇത്ര സ്പീഡിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ജോൾസൺ എന്തായാലും നമ്മൾ ചെല്ലാതെ പോകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടേ മാധവ് പറഞ്ഞു, അല്ലമ്മ ഞാൻ പതുക്കെ പോണെന്ന് പറയാ, പുറയിലൊരു ഗർഭിണിയുള്ളെന്നുള്ള വിചാരം നിനക്ക് വേണമെന്ന് മാധവനോട് പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാമേന്ന് പറയണം. പിന്നീട് മനസ്സിന് ദയോടിച്ചു, അല്ല നിനക്കിനിയിപ്പോ പ്രത്യേക ഏതെങ്കിലും നാളെ കുഞ്ഞു പറക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ദയ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പൊ ഞാനങ്ങനെ ആഗ്രഹിച്ചാലും ജോൾസിന്റെ ഇഷ്ടപ്രകാരമല്ലേ നടക്കുള്ളൂ എന്ന് ചോദിക്കണം. ഓ അത് ശരിയാന്ന് പറയണം. ഇത് കേട്ടപ്പം ആഷിത് പറഞ്ഞു, അല്ലമ്മേ പെൺകുഞ്ഞുങ്ങളുടെ ആൺകുഞ്ഞുങ്ങളുടെ നാളെ നോക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനിപ്പം പെൺകുഞ്ഞ പിറക്കുന്നെങ്കിൽ മകൻ നല്ല നാളാന്ന് പറയണം. ഇത് കേട്ടതും
മനസ്സിന് ഓഹോ ഇതൊക്കെ ആരാ പറഞ്ഞത് നിനക്ക്, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവോ? ഓ അതോ ഇനിയിപ്പം നിന്റെ അനിയത്തി പറഞ്ഞു തന്ന കാര്യങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല അവള് വലിയ ഡോക്ടറാണല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചെന്നുള്ളൂ. അല്ലമ്മേ അവളുടെ ശരിക്കും ഡോക്ടർ തന്നെയാ, നല്ല ഡോക്ടർ തന്നെയാ, അവൾക്ക് കഴിവുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ അവളൊരു CMO ആയിരിക്കുന്നെന്ന് പറയണം. ഓ പിന്നെ കഴിവുള്ള പോലും അതാ ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടല്ലേ അവളെ CMO ആക്കിയിരിക്കുന്നു പറയണം. ആശ്രതിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷേ എങ്കിൽ ആശ്രതി അപ്പൊ ഒന്നും മിണ്ടാനായിട്ട് പോയില്ല. അങ്ങനെ ഈ സമയം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും വയറ്റിനകത്ത് ചെറിയൊരു വേദന പോലെ ദേഹയ്ക്ക് തോന്നുവാണ്. പെട്ടെന്ന് ദേ ഇങ്ങനെ ഞെളിവിരി കൊള്ളുന്ന കണ്ടപ്പോഴത്തേനും ആശ്വതി ചോദിച്ചു, എന്താ എന്താ ദേ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. എന്റെ വയറിനകത്തൊരു കൊളുത്തപ്പെടുത്ത ഒരു വേദനയും പോലെ. അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കയറിയാലോ? പെട്ടെന്ന് തന്നെ മനസ്സിലായി, അതൊന്നും വേണ്ട, ആദ്യം ജോൾസിന്റെ അടുത്തേക്ക് പോവാം, ജോൾസിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോവാം. ജോൾസിന് എന്നാന്ന് ഡേറ്റ് പറയൂല, അതിന് ശേഷം മതി എന്ന് പറയണം. പക്ഷെ കുറച്ചുകൂടെ ദൂരം ചെന്നപ്പോഴത്തേനും വല്ലാത്ത പെയിനും കൂടെ അനുഭവപ്പെടാൻ തുടങ്ങി. ഈ സമയം മാധവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കേട്ടാന്ന് പറയാണ്. അപ്പൊ ആഷിത് പറഞ്ഞു, അടുത്തുള്ള ഹോസ്പിറ്റൽ സിറ്റി ഹോസ്പിറ്റലാ, അതായത് ഇഷിത ജോലി ചെയ്യുന്ന ഹോസ്പിറ്റല്, അങ്ങോട്ട് പോകാന്ന് പറയാണ്. വേണ്ട വേണ്ട, അങ്ങോട്ടേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, ദേ നീ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതി, അമ്മ ഇനി കുറെ ദൂരമുണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. ഈ സമയം വേദന കൊണ്ട് കിടന്ന് പൊളയുവാണ് ദയ. പക്ഷെ മനസ്സിനിക്കാണെങ്കിലോ ഒരു കാരണവശാലും സിറ്റി ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഒരേ ഒരു നിലപാട് തന്നെയായിരുന്നു. ഈ സമയം ഹോസ്പിറ്റലിന്റെ അവിടെ ഇഷിതയും ബാക്കി സഹപ്രവർത്തകരെല്ലാം കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും ആരോഗ്യമന്ത്രി എങ്ങോട്ട് വന്നു. മന്ത്രി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത കൊണ്ട് പൂച്ചന്റെ കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇന്നാണ് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രസംഗമായിരുന്നു. ആദ്യം പ്രസംഗിക്കാനായിട്ട് കയറിയത് സാഹൃദ പ്രസംഗമൊക്കെ പറഞ്ഞു തന്നെ ആരോഗ്യമന്ത്രി ആയിരുന്നു. അങ്ങനെ ആരോഗ്യമന്ത്രി പ്രസംഗിച്ചു, എല്ലാവിധ ആശംസകളും നേരുന്നു. അത് മാത്രമല്ല എന്റെ ഭാര്യയ്ക്കൊരു ഹോസ്പിറ്റലുണ്ട്, ഒരു പ്രവീണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റല്. അതിപ്പോ ഞാൻ എല്ലാരും പറയും ഞാൻ എന്തൊക്കെയോ വലിയ കോഴകളൊക്കെ വാങ്ങുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു സത്യമൊന്നും ഇല്ല കേട്ടോ. ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ഒന്നുപോലും ഞാൻ നോക്കാറില്ല, അതൊക്കെ എന്റെ ഭാര്യയും മക്കളും ഒക്കെയാണ് നോക്കി നടത്തുന്നത്, ഞാൻ എന്റെ ഒരു കാര്യങ്ങളും ഇടപെടാറ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെ വർമാജിയുടെ ഊഴമായിരുന്നു. വർമാജിയും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇഷിതയെ കുറിച്ചും, ഇഷിതയാണ് ഇനി ചീഫ് മെഡിക്കൽ ഓഫീസർ ആവാൻ പോണേ എന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അതിനുശേഷം പിന്നെ ഇഷിതയുടെ ഊഴമായിരുന്നു. ഇഷിതയെ സംസാരിച്ചു, കാരണം ഈ ഹോസ്പിറ്റലിന്റെ CMO ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ അവരെല്ലാം എനിക്ക് ഒരേപോലെയാണ്. കാരണം ഞാനൊരു ഒരിക്കലും CMO എന്ന് പറഞ്ഞാൽ ആ പദവിയിലല്ല. കാരണം നിങ്ങളെല്ലാവരും ഞാൻ ഒരേപോലെ കാണുന്നത്, എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾ എന്നെ നിങ്ങളെപ്പോലെ ഉള്ള ഒരാളായിട്ട് കണ്ടാൽ മതി, അതുപോലെ കാണാനാണ് എനിക്കും ഇഷ്ടം. എപ്പോൾ ഏത് സമയം വേണം നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞു ഇഷിത നേരെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറിയിലേക്ക് പോണ സമയത്ത് വർമാജി വർമാജി പറഞ്ഞ് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയാണ്, താങ്ക് യു സാർ എന്ന് പറയണം. പിന്നീട് ഇഷിത പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ പോസ്റ്റിലെത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. ഇത് കേട്ടതും വർമാജി പറഞ്ഞു, അതെ ഇഷിതയ്ക്ക് എന്തുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് പറയണം. ഞാൻ നോക്കിയിട്ട് ഇഷിതയുടെ അത്ര എഫിഷ്യൻ്റ് ആയ ഒരു ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ വേറെ ഇല്ല. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ആ രോഗത്തെ ചികിത്സിക്കുന്ന കാര്യത്തിൽ മാത്രമല്ലോ, എല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരാളാണ് ഇഷിത എന്നൊക്കെ പറമജി പറയണം. എന്നാൽ ശരി മന്ത്രി അങ്ങോട്ട് പോകാനിട്ട് ഇറങ്ങുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ കൂട്ടി ഒരു രക്ഷയില്ല. അവസാനം മാധവ് എന്ത് ചെയ്യണം, കാർ നേരെ സിറ്റി ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വിടുവാണ്. മനസ്സിന് വെച്ചു, നീ അങ്ങോട്ടേ വണ്ടി വിടുന്നേ, അവിടെ നിർത്താൻ പറയണം. അമ്മയൊന്നും മിണ്ടായിരിക്കും അവിടെ. അതെ അമ്മയ്ക്ക് വേണ്ടത് കുഞ്ഞിനെയാണോ വേണ്ടേ, അതോ ദയയുടെ ജീവനാണോ, അതോ അമ്മയ്ക്ക് അമ്മയുടെ അഭിമാനമാണോ വലുതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട മനസ്സിന് പറഞ്ഞു, എടാ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, അവിടെ ഇവളുടെ അനിയത്തി അവള് ചിലപ്പോൾ പകരം വീട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറയണം. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നോടോ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ സമയത്ത് ദയ പറഞ്ഞ് എന്നെ എങ്ങോട്ടേലും ഒന്ന് കൊണ്ടായാൽ മതി, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും, അല്ല ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞോണ്ട് വല്ലാതെ കിടന്ന് നിലവിളിക്കുകയാണ്. ഇത് കേട്ട് ഇനിയിപ്പോൾ ആഷിത് പറഞ്ഞു, മാധവൻ നീ എത്രയും പെട്ടെന്ന് വണ്ടി വിട്ടോളം പറയണം. അങ്ങനെ മാധവ് നേരെ സിറ്റി ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഈ സമയത്ത് ഇഷിതയുടെ അടുത്തേക്ക് ആരോഗ്യമന്ത്രി അങ്ങോട്ട് വരുവാണ്. ആരോഗ്യമന്ത്രി വന്നതും ഇഷിത പെട്ടെന്ന് എഴുന്നേറ്റ് സാർ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ്. പിന്നീട് മന്ത്രി പറഞ്ഞ്, എന്താണെങ്കിലും ഇത്ര ഒരു നല്ലൊരു ഹോസ്പിറ്റലിന്റെ CMO ആകാനായിട്ട് ഇഷിതയ്ക്ക് സാധിച്ചല്ലോ, എനിക്ക് അതിനെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയണം. പിന്നെ അറിയാലോ എൻ്റെ ഭാര്യയുടെ മക്കളുടെ ഒരു ഹോസ്പിറ്റലുണ്ട്, പ്രവീണ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന കാര്യങ്ങളൊക്കെ നടത്തണം, നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ശരിയാ ഡോക്ടറെ, അവരുമായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോയിക്കോളാം എന്നൊക്കെ പറയണം. അപ്പം അതൊക്കെ പറഞ്ഞതിന് ശേഷം മന്ത്രി പറഞ്ഞു, അല്ല ആ ജയിൽ ചാടിയ ശോഭയുണ്ടല്ലോ,
ആ ശോഭി ആഷിയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. അല്ല, ആഷി ഇഷിതയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല സാറേ എന്ന് പറയണം. അല്ല, ആ ശോഭി ജയിലിൽ ചാടിയതിനു ശേഷം ഇഷിതേനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുക. അല്ല, അത് പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാന്ന് പറയാം. അതിലേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ചോദിക്കുക. എന്ത് ബന്ധം സാർ, ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധമില്ലെന്ന് പറയണം. പെട്ടെന്ന് മന്ത്രിയും കൂടെ എഴുന്നേറ്റു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തെങ്കിലും നിനക്ക് അറിയാമെങ്കിൽ തന്നെ ഒരു കാരണവശാലും നീ അത് പുറത്ത് പറയില്ല, അറിയാലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനി അവനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വെച്ചേക്കില്ല നിന്നെ ഞാൻ, അറിയാലോ. ഇത് ഞാനാ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതനെ അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പോവാണ്. അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ശോഭി എന്ന് പറഞ്ഞ കാര്യം. കാരണം അശ്വതി വർമ്മയുടെ കൊലക്കേസിൽ പങ്കുള്ളത് ആരോഗ്യമന്ത്രിക്കും കൂട്ടുകാർക്കുമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മിക്കവാറും മന്ത്രി ഭയപ്പെടുന്നുണ്ട്, തന്നെ ശോഭി കണ്ടിരുന്നു, തനിക്ക് എന്തെങ്കിലും അറിയാമെന്നൊക്കെ ഭയപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം. പിന്നീട് ആഷിതയും മനസ്സിനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ദയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്ന ഉടനെ ദയവേ ഇതിനോടൊന്ന് അലറി വിളിക്കുക. പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറിലേക്ക് കിടത്തി കാഷ്വാലിറ്റി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴത്തേക്കും ആഷിത നേരെ ഓടി അലച്ച് നേരെ ഇഷിതയുടെ അടുത്തേക്ക് വരണം. ഈ സമയം ഇഷിത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഇഷിത ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, അതെ കൂടുതലൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട, പണ്ടത്തെ പോലെ ആയിരിക്കില്ല ഈ ഹോസ്പിറ്റല്. ഇനി ഇപ്പോൾ സ്കാനിങ്ങിനാണെങ്കിലും ലാബിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും റേറ്റ് കുറവായിരിക്കും. പണ്ടത്തെ പോലെ കൊള്ള ലാഭം ഒന്നും എടുക്കത്തില്ല, ആരും എടുക്കാനും പാടില്ല. ചിലർക്കൊക്കെ അതിനകത്ത് അസ്വസ്ഥത കാണുമായിരിക്കും, കമ്മീഷൻ കിട്ടത്തില്ല എന്ന് ഓർത്തുണ്ട്. അങ്ങനെയൊന്നും ഒരു കാരണവശാലും ഒന്നും ഇവിടെ നടക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആഷിത ഓടി വരുന്നത്. അല്ല ചേച്ചി എന്താ ഇവിടെ നിന്ന് ചോദിക്കും. അത് പിന്നെ ദയാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ദയക്ക് എന്ത് പറ്റി, അവൾക്ക് പെട്ടെന്നൊരു പെയിൻ തുടങ്ങി, ഞങ്ങള് ജോൾസിനെ കാണാൻ പോണ സമയത്താന്ന് പറയണം. എന്തേലും ഒന്ന് ചെയ്യണം ഇഷ്യൂ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൈനക്കിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ വിളിക്കുകയാണ്. പിന്നീട് അങ്ങേ തലയ്ക്ക് ഗൈനക്കോളജി സേതുലക്ഷ്മി ഫോൺ എടുക്കുകയാണ്. എന്താ ഡോക്ടറെ എന്ന് ചോദിക്കണം. അതെ ഇപ്പൊ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നുണ്ട് ദയ, ഡോക്ടർ അവരെ ഒന്ന് പെട്ടെന്ന് നോക്കണമെന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് ആഷിത പറഞ്ഞു, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവള് വേദന കൊണ്ട് കിടന്ന് കരയുവാന്ന് പറയണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ഇഷിത പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.